സാറ് പറഞ്ഞ ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുകയാണ്. വിനയൻ സാർ ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ എപ്പോഴും പണ്ടും ഞാൻ സാറിനോട് പറഞ്ഞിട്ടുണ്ട്, എൻ്റെ കുഞ്ഞുനാളിൽ ഞാൻ നായകനാവണമെന്ന് എൻ്റെ ഉള്ളിൽ മാത്രമാണ് ഞാൻ വിചാരിച്ചിട്ടുള്ളത്. ഞാൻ ഒരാളോട് പറയാൻ പോലും പേടിയുണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിൽ, ആ കാലഘട്ടത്തിൽ എനിക്കുണ്ടായിരുന്ന ഏക പ്രതീക്ഷയായിരുന്നു വിനയൻ സാർ. വിനയൻ സാറുണ്ടല്ലോ എന്തെങ്കിലും ഞാൻ വരും എന്നുള്ള ഒരുപാട് ഞാൻ ശ്രമിച്ചിരുന്നു. ആ സമയത്ത് ഒന്നും കിട്ടിയില്ല. പക്ഷെ ഞാൻ ഈ പറയുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾക്ക് ഗ്രാറ്റിറ്റ്യൂഡോടുകൂടി നന്ദിയോടെ കാണുന്ന ഒരാളാണ് ഞാൻ. എൻ്റെ കുഞ്ഞു കാര്യങ്ങൾക്ക് ഭയങ്കരമായിട്ട് സന്തോഷിക്കുകയും അഭിമാനിക്കുകയും ചെയ്യുന്ന ആളാണ്. അപ്പോൾ സാറിൻ്റെ പടത്തിൽ അന്ന് കിട്ടിയില്ലെങ്കിൽ എനിക്ക് ദൈവം അനുഗ്രഹിച്ചിട്ട് എന്താ പറയുന്ന എനിക്കൊരു ഷാഫി സാറിനെ പോലത്തെ ഒരാളുടെ ഇതിൽ തുടക്കം കുറിക്കാൻ പറ്റി. റാഫി സാറിൻ്റെ സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യാൻ പറ്റി. ഇപ്പോൾ നിലവിൽ ശുക്രൻ എൻ്റെ 11ാമത്തെ ഹീറോ സിനിമയാണ്. അതിൽ അവരെ ഈ പറയുന്ന ലെജൻഡറി ആയിട്ടുള്ള സാറടക്കമുള്ള ആളുകൾ പേര് പറയുന്നത് പോലും ഞാൻ ഭയങ്കര ഗ്രാറ്റിറ്റ്യൂഡോടെ കാണുന്നു. വലിയ വലിയ നടന്മാരുണ്ടായിരുന്ന, ഞാൻ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, അവരുടെയൊക്കെ നടന്മാരുടെ പോസ്റ്റർ ഒട്ടിച്ച ആ മതിലിൽ നമ്മളുടെ ഒരു പോസ്റ്റർ ഒട്ടിക്കുന്നത് തന്നെ ജീവിതത്തിലെ വലിയ ഒരു കാര്യമായിട്ട് കാണുന്നു. അപ്പോൾ സാറ് പറഞ്ഞ വാക്ക് ഞാൻ അത് ശിരസ വഹിക്കുകയാണ്. സാറ് പറഞ്ഞ പോലെ ഒരു ഇരിപ്പിടം എന്ന് പറയുന്ന അതിലേക്ക് സാറിനത് പറ്റും. എന്തായാലും ടെക്നിക്കും ഇതിൻ്റെ എല്ലാ ഓൾ ക്രൂ മെമ്പേഴ്സിനും എൻ്റെ എല്ലാവിധ ആശംസകളും. ഇവൻ അടുത്ത പടത്തിൽ എൻ്റെ ഇതുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് എനിക്കൊരു ചെറിയ പ്ലാവല കാണിച്ചിട്ടുണ്ട്, ആടിന് കാണിക്കുന്ന പോലെ. അതെന്താണെന്നുള്ളത് അവൻ തന്നെ പറയും. ഓക്കെ, താങ്ക് യു.